എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ഒരു കാര്യം കാണിച്ചു തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ. നിസ്സാരമായൊരു കാര്യമാണ്, പക്ഷെ ഒരു സാധനം വാങ്ങിച്ചു അത് ഉപയോഗപ്പെടുത്തി നോക്കാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാൻ ഇന്നേ വരെ ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ ഈ ഒരു സാധനം ഇത് തമിഴര് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ട, ഇത് കണ്ടില്ലേ? ഇത് നമുക്ക് ഇഷ്ടമുള്ള അച്ചിട്ട് നമുക്ക് മുറുക്കൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതാണ്ട് ഇത് കണ്ടോ, ഒത്തിരി സൈസുണ്ട്. ഇടിയപ്പമൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം കണ്ടോ, ഇടിയപ്പത്തിൻ്റെയൊക്കെ ഉണ്ട്. ഇടിയപ്പം കണ്ട പ്ലാസ്റ്റിക്കാണ്, ചെറുതാണ്. പിന്നെ പക്കാവട, പിന്നെ മുറുക്കിൻ്റെ തന്നെ പല സൈസുണ്ട് കേട്ടോ. ചെറുതുണ്ട്, വലുതുണ്ട്, പല സൈസ് മുറുക്ക്. എന്ത് വേണമെങ്കിലും ഇതുണ്ട് കണ്ടോ, ചന്ദ്രക്കല പോലത്തെ പല സൈസുണ്ട് കേട്ടോ. നമുക്ക് ഒരു 100 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ എല്ലാവരും മേടിക്കുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചത്. കുറേ അച്ചുണ്ട് കണ്ടോ, കുറേ അച്ചുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അത് വെച്ച് നമുക്കൊരു മുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതാണ്, നക്ഷത്രം സ്റ്റാറിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാനിതാണ്ട് ഇതിന് 1 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് കടലമാവും കുറച്ച് ജീരകവും കുറച്ച് അയമോദകവും എള്ളും ഉപ്പും ഇട്ട് ഇത്തിരി എണ്ണ വെച്ച് തടവി ഇങ്ങനെ നല്ല ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചിങ്ങനെ വെച്ചേക്കാണ്. അങ്ങനെ അത് നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടണം. കണ്ടില്ലേ? ഇട്ടിട്ട് ഇതെടുത്തതിൻ്റെ മേളിൽ വെക്കണം. പക്ഷെ അവർ പറയുന്നത് കറക്കിയൊക്കെ ചെയ്യാമെന്ന് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരടപ്പുണ്ട്, ഈ അടപ്പെടുത്ത്. പക്ഷെ അവർ പറയുമ്പോൾ ഇങ്ങനെ കറക്കിയ ഇനി വീഴുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അത് കറക്കിയിട്ടൊന്നും വീഴുന്നില്ല. അപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് നോക്കിക്കോണോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കത് ഈ പ്ലേറ്റിലോട്ട് ഇച്ചിരി എണ്ണ വരട്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ, കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കി നോക്കി ആദ്യമായിട്ട് കേട്ടതാ. ഇപ്പം ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. ഇത് ശരിയായില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്നും കൂടെ ഒന്ന് എടുക്കാം. ഒരു മുറുക്കിൻ്റെ രീതിയിൽ വരണ്ടേ. ഇപ്പോൾ ഒരു മുറുക്കിൻ്റെ രീതിയാണ്. ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കണം. കാരണം അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തിനകത്താണെന്നറിയാമോ? ഉണ്ണിയപ്പക്കാരയിലാണ് ഞാൻ ഈ മുറുക്കുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇങ്ങനെ എടുത്ത് ഇടേണ്ട ആവശ്യമില്ല. ഉണ്ണിയപ്പക്കാര ചൂടാകുമ്പോൾ ഇത് വെച്ച് കറക്കി അങ്ങ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചത് കേട്ടോ. ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഒരെണ്ണം മേടിച്ചോ. സൂപ്പറായിട്ട് മുറുക്കോ പല സൈസ് മുറുക്ക് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ മുറുക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ണിയപ്പക്കാരയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് മുറുക്കൊന്ന് പിച്ചിറക്കാം. സുഖം കേട്ടോ. കുറേശ്ശെ ഉണ്ടാക്കാൻ പറ്റൂ. എളുപ്പമൊന്നും കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, കുറേശ്ശെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉണ്ണിയപ്പക്കാരയിലോട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. ചെറിയ ഉണ്ണിയപ്പക്കാര ആയതുകൊണ്ട് ചെറിയ മുറുക്കം ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. നമുക്കിനി അടുത്ത മാവും കൂടെ എടുത്തോണ്ട്. ഇതിപ്പം ഒരെണ്ണത്തിനകത്തൊരു 4 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ മെനക്കെട്ടിന്ന് ചെയ്യണം. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. നല്ല മുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊള്ളാം. ഇത് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. ചെറിയ മുറുക്കുണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ? നമുക്ക് അടുത്ത കിടക്കാം.
ഇത്രയേ ഉള്ളൂ, പാടൊന്നുമില്ല കേട്ടോ. ഈസിയായിട്ട് വരികയൊക്കെ ചെയ്യും. ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഉണ്ട് പിടിക്കാനുള്ള, അതിനകത്തോട്ട് ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. കൊതിക്കൊക്കെ ഉണ്ടാക്കാം വെറുതെ. കണ്ടില്ലേ, സംഭവം ഇതാണ്. ഇപ്പം ഞാൻ അതിനകത്ത് നല്ലോണം 5, 2, 4, 6, 7 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മുറുക്കാം കേട്ടോ. എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഈ ഒരു സാധനം എവിടെയെങ്കിലും കണ്ടാൽ മേടിച്ചോ. നമുക്ക് കൊതിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി തിന്നാം കേട്ടോ. ഒരുപാട് ഉണ്ടാക്കാനൊക്കെ മെനക്കേടാണ്. കുറേശ്ശെ പതുക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഈ ഈ ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് കൈയൊന്നും വേദനിക്കത്തില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ? മുറുക്കൊക്കെ ചൂടോടെ തണുക്കണം. തണുത്താൽ അത്രവേ ഇത് ഉണ്ടാക്കി വെച്ച ഉടനെ കഴിച്ചാൽ പതുങ്ങിയിരിക്കും. തണുത്തതിന് ശേഷം മാത്രമേ മുറുക്ക് കഴിക്കാവൂ. നമുക്ക് മസാലയൊക്കെ ചേർത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് ചുവപ്പ് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്താൽ ചുവന്ന കളർ മുറുക്കുണ്ടാക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് കടലമാവ് ഇല്ലെങ്കിൽ പൊട്ടുകടല എടുത്താലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പേറ് വയ്ക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് നല്ലോണം വേവിച്ച് അരിപ്പൊടിക്കകത്ത് ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് എള്ളും ജീരകവും ഒക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് വെക്കം ചെയ്യാം. വലിയ ചട്ടിക്കകത്ത് എടുക്കാം. ഇപ്പം ഞാൻ രസത്തിന് വേണ്ടി ഉണ്ണിയപ്പക്കാരയിൽ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇത് കാണാനൊരു ചന്തം കണ്ടല്ലോ, എളുപ്പം ഉണ്ടാക്കിയെടുക്കല്ലോ ഓരോ കുഴിക്കകത്ത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ. അതിന് വേണ്ടി ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വലുതാകുമ്പോൾ ഒത്തിരി എണ്ണയൊക്കെ വേണ്ടേ, ഇതാകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ മതി, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കണം. ഉണ്ണിയപ്പക്കാരി ആയതുകൊണ്ട് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു കേട്ടോ. മുറുക്ക് ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ 3 ഹോളുള്ള അച്ചൊന്നിട്ട് വെക്കാം കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് കണ്ടോ, ഇതേപോലെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അകത്ത് തന്നെ കേട്ടോ. ഇതിനകത്തോട്ട് അച്ചിടുക. കുറച്ച് മാവേ വെക്കാൻ പറ്റത്തുള്ളൂ ഉള്ളതാ, ഇത്രയും മാവൊക്കെ വെക്കാൻ പറ്റും. കൊച്ചു പിള്ളേരെ കളിപ്പാട്ടത്തിൻ്റെ കണക്കല്ലേ. അരിയും കൂട്ടാനൊക്കെ പണ്ട് കളിക്കുന്ന കണക്കൊക്കെ തോന്നുന്നു ഇത് വെച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ. ഇതിങ്ങനെ വിരൽ പിടിക്കാൻ ഒരു 2 എണ്ണം ഉണ്ട്. ഇങ്ങനെ വിരൽ 2 സൈഡിനും കണ്ടോ, ഇങ്ങനെ ഞെക്കി നമുക്ക് 3 കുഴിയുള്ള അച്ഛനകത്ത് ഇത് കൊള്ളാം. അടുത്ത മുറുക്ക് ആദ്യം ഇട്ടത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ആക്കാൻ കേട്ടോ. ഉണ്ടല്ലേ, ആ 3 ഒക്കെ കുഴിയുള്ള അച്ചിലൊഴിച്ചപ്പം വേറെ നമ്മളെ പിരിവിരി കണക്കത്തെ മുറുക്ക് കിട്ടി. കണ്ടോ, സംഭവം കൊള്ളാം കേട്ടോ. മറ്റേ മുറുക്ക് കിട്ടി, പിരിവിരി നമ്മളെ കടയിൽ നിന്നൊക്കെ
ചെറിയ പിരിവിരിയോടൊക്കെ ഇരിക്കുന്ന ചെറിയ മുറുക്കുണ്ടല്ലോ, അത് കിട്ടി. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. ഒരു രസം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ കൂടുതലൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ തമാശയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നമ്മളെ വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, നമുക്കിഷ്ടമുള്ള കണക്ക്. മധുരസേവയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നത് കേട്ടോ. വലിയ ചട്ടിക്കകത്തോട്ട് പീച്ച് ഇറക്കാൻ കണ്ടോ, നല്ല മുറുക്കല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം വറുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ മുറുക്കുണ്ടാക്കിയത് ഇത് വെച്ചാണ്. എല്ലാവരും ഒന്നും കൂടെ കണ്ട ഇത് ഇങ്ങനെ 2 വിരലിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കൊടുത്താൽ മതി. അവർ ഇതിനകത്ത് കറക്കിയാണ് കാണിക്കുന്നത്, പക്ഷേ ഇത് ഞാൻ കറക്കിയിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ 2 വിരൽ ഇതിനകത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇത് വെച്ചതാ ഇങ്ങനെ താത്ത് കൊടുത്താൽ നമുക്ക് മുറുക്ക് കിട്ടും. ഇങ്ങനെ കണ്ടില്ലേ, കണ്ടേ, ഇങ്ങനെ താത്ത് കൊടുത്താൽ മുറുക്ക് വരും. അപ്പോൾ എല്ലാവരും ഇതൊരെണ്ണം വാങ്ങിക്കണം. മുറുക്ക് കണ്ടില്ലേ, നല്ല കരിമുരായിരിക്കുന്ന മുറുക്ക് കണ്ട, കണ്ട, നല്ല മുറുക്കുണ്ടാക്കിയെടുക്കാം. അത് കണക്ക് ഇപ്പോൾ ഞാൻ 2 സൈസ് മുറുക്കുണ്ടാക്കി. ഒന്ന് ചെറിയ സാധാ ഒറ്റ വരയും മുറുക്കും, ഒന്ന് നക്ഷത്രത്തിനകത്ത് ആ മുറുക്കും. കണ്ടല്ലേ, നല്ല മുറുക്ക കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും മേടിച്ചോ, ധൈര്യമായിട്ട് മേടിച്ചോ. നമുക്ക് പണ്ട് നമ്മൾ ചിരട്ടയിലൊക്കെ അരിയും കൂട്ടാനൊക്കെ കളിക്കുന്ന കണക്കുള്ളൊരു ഉപകരണം കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നി, എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നി. പക്ഷെ ഉപയോഗം കൊള്ളാം. ഉണ്ടോ, ഒരു കരിമുരായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോസോട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.